The orthogonal trajectories of the family of curves y equal to c e raised to x is. അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഓർത്തോഗണൽ ട്രജക്ടറി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇക്വേഷൻ. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഓർത്തോഗണൽ ട്രജക്ടറി കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പം ഇവിടെ y ഈക്വൽ ടു c e raised to x ആണ് തന്നിരിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓർത്തോഗണൽ ട്രജക്ടറി കാണാൻ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷൻ അതേപോലെ തന്നെ എഴുതുക, y ഈക്വൽ ടു c e raised to x. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം, അതായത് dy/dx. അതായത് വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ e raised to xനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. c കോൺസ്റ്റൻ്റ് ആണ്. സോ അഗൈൻ c e raised to x തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. ദെൻ അതിനെ നമുക്ക് എങ്ങനെയായിട്ട് എടുക്കാം, y ആയിട്ട് തന്നെ ചൂസ് ചെയ്യാം അല്ലേ. അതായത് c e raised to x y ആണ്. അപ്പോൾ dy/dx is equal to എന്ത് കിട്ടി, y കിട്ടി അല്ലേ. ഇനി ഇതിനെ നമ്മളൊന്ന് തിരിച്ചെഴുതുകയാണെങ്കിൽ, റെസിപ്രോക്കലായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, -dx/dy is equal to y അല്ലേ. -dx/dy is equal to y. ഇതിങ്ങനെ തന്നെ എഴുതണം കേട്ടോ, എന്നാലേ നമുക്ക് ആ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. dy/dxന് പകരം -dx/dy കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുക. അപ്പോൾ -dx is equal to y dy എന്ന് കിട്ടും അല്ലേ. ഇവിടുന്ന് -dx is equal to y dy. ഇനി ഇതിനെ ഒന്ന് ഇൻ്റഗ്രേഷൻ ചെയ്യുക അടുത്ത സ്റ്റെപ്പിൽ. അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും, ഇൻറ്റഗ്രൽ -dx is equal to ഇൻറ്റഗ്രൽ y dy. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രൽ -dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേഷൻ ചെയ്യുകയാണ്. അപ്പോൾ -x കിട്ടും അല്ലേ. -x ഇറ്റ് ഈസ് ഈക്വൽ ടു y dy-ന് ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ y² 2 പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ അല്ലേ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ വിടരുത് കേട്ടോ. ദെൻ ഇതിന് നമുക്ക് എന്ത് പറയാം, -2x അല്ലേ. 2 ക്രോസ് മൾട്ടിപ്ലൈ ആയ -2x is equal to y² പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പിൽ ഒന്നുകൂടി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ -y², അതായത് y²നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ -y² - 2x is equal to c കിട്ടി. ഇനി ഇതിനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, 2x + y² is equal to കോൺസ്റ്റൻറ്റ്. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ ഒന്ന് വേണമെങ്കിൽ മാറ്റി എഴുതാൻ വേണ്ടി c1 എന്ന് കൊടുക്കുകയാണ് കേട്ടോ, കാരണം ഒരു നെഗറ്റീവ് സൈൻ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് c1 കൊടുത്തു. അപ്പോൾ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. ഇവിടെ -dx/dy എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കേട്ടോ.